ഹായ് കൂട്ടുകാരെ, വീട്ടിലെ കൂട്ടെന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മാങ്ങ അച്ചാറാണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രുചികരമായ മാങ്ങ അച്ചാർ. അപ്പോൾ നമുക്ക് നേരെ പാചകത്തിലോട്ട് കടക്കാം. അച്ചാറിന് വേണ്ടി തൊലിയോടെ നല്ലതുപോലെ 4-5 വെള്ളം മാങ്ങ കഴുകണം. ആ മാങ്ങ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വെളുത്തുള്ളി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, പച്ചമുളക് കട്ട് ചെയ്ത് മാറ്റി, വറ്റൽ മുളക്, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, കറിവേപ്പില, കടുക്, പിരിയൻ മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി, പഞ്ചസാര, നല്ല കട്ടത്തൈര്. ഇത്രയാണ് നമ്മുടെ ചേരുവകൾ. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. നമ്മുടെ ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിന് വേണ്ടി പാകത്തിനുള്ള വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേന് അതിനാവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. തിളച്ച എണ്ണയിൽ കിടന്ന് നല്ലവണ്ണം കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് ഇതിലേക്ക് വറ്റൽ മുളക് 2 കണ്ടിച്ചങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, കടുക് പൊട്ടിയതിന് ശേഷം വളരെ തീ കുറച്ച് വെച്ചിട്ടാണ് ബാക്കി സാധനം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇടാൻ പോകുന്നത്. കറിവേപ്പിലയ്ക്ക് ശേഷം അതിൻ്റെ കൂടെ മുളകിട്ട്, നമ്മൾ പച്ചമുളക് കീറി വെച്ചല്ലോ അതിട്ട് കൊടുക്കണം. മുളകൊക്കെ ഇട്ട് കൊടുത്തല്ലോ, പിന്നെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തേ. ഇനി നമുക്ക് ഗ്യാസിനങ്ങ് ഓഫാക്കാം. ഇതിന് ശേഷം ആ ചൂടെണ്ണയിലേക്ക് മുളക് പൊടി ചേർക്കുന്നു. പിന്നാലെ മഞ്ഞൾപ്പൊടിയും വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ഒന്നുകൂടി ഒന്ന് മൂത്ത് വരാനാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇളക്കി കഴിഞ്ഞ് ഇതിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ മാങ്ങയിലൊന്നും ഇട്ടിട്ടില്ല, കഴുകി അരിഞ്ഞ് മാറ്റിയ മാങ്ങ ഇട്ട് കൊടുത്തു. ഉപ്പൊന്നും ഇട്ടിട്ടില്ല, കായപ്പൊടിയോ ഉപ്പോ ഒന്നും ഇട്ടിട്ടില്ല. ഈ മാങ്ങയിലോട്ട് വേറ്റ എല്ലാം ഒന്ന് പറ്റി പിടിക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. മാങ്ങയിട്ട് എല്ലാം ഇളക്കിയതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പ് എല്ലായിടം ഒന്ന് പറ്റി പിടിക്കാൻ വേണ്ടി നമുക്കൊന്നുകൂടി ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. ചെറു തീയിലിട്ട് വയ്ക്കാം. ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം 1/2 ഗ്ലാസ് വെള്ളം, ചെറിയ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഗ്രേവി ആയിട്ട് വരാൻ കരുതിയാണ് ഞാൻ ഇച്ചിരി വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തത്. വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചെയ്യാം. വെള്ളം 1/2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചും ചെയ്യാം, ഒഴിക്കാതെയും ചെയ്യാം. ഒഴിക്കാതെ ചെയ്താൽ കട്ടിയായിട്ടിരിക്കും, ഒഴിച്ച് ചെയ്താൽ ഗ്രേവി ആയിട്ടിരിക്കും. വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളം തിളച്ചതിന് ശേഷമാണ് കായപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും കായപ്പൊടി വരാൻ കരുതിയാണ് ഞാൻ ഇങ്ങനെ തട്ടുന്നത്. കായപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 സ്പൂണ് തൈരാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. തൈര് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അവസാനം ഒരു 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് പറ്റി പിടിക്കാൻ വേണ്ടി വീണ്ടും ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ടിട്ട് ഗ്യാസ് ഓഫാക്കി വയ്ക്കുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല രുചിയുള്ള മാങ്ങ അച്ചാർ ഇതാ ഇവിടെ റെഡി. നിങ്ങളെല്ലാവരും ഈ അച്ചാറൊന്ന് വീട്ടിൽ വെച്ച് നോക്കണം. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ, എല്ലാവരും വീട്ടിൽ വെച്ച് പിള്ളേർക്ക് ചോറ് കൊടുത്തേക്കുമ്പോൾ ഇത്തിരി അച്ചാറും കൂടി വെച്ച് കൊടുത്തേക്കണം. പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെടും, നല്ലതുപോലെ അവർ കഴിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ദിവസം പുതിയൊരു പാചകവുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.